ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ മലേഷ്യയിൽ പുട്ര ഹൈറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടല്ല പൊട്ടിത്തെറിച്ചത്, ഒരു അനുഭവം വിട്ട പ്രതീതിയാണ്. അതായത് മഷ്റൂം ലൈക്ക് പുകപടലമാണ്, പുക മാത്രമല്ല തീയോടുകൂടിയ പുകപടലമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് അവിടെ നടന്നൊരു അപകടം. ഇതിനെ ചൊല്ലി 70-75 ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പ്രാഥമികമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നാണ് പൊതുവിൽ വാർത്ത പുറത്തു വരുന്നത്. അപ്പൊ എന്തായാലും എന്താണ് ഈ അപകടത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് ഗ്യാസ് പൈപ്പ് ലൈൻ, അതായത് വീടുകൾക്ക് ഈ പാചകത്തിന് വേണ്ടിയിട്ട് ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ലൈൻസ്. ആ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ ഏതാണ്ട് 40 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് മലേഷ്യയിൽ ഉടനീളം ഈ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ഇത് ഭൂമിക്കടിയിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ സ്ഥലങ്ങൾക്കൊക്കെ ഇതിനകത്ത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇതിനകത്ത് മെയിൻ്റനൻസ് ഒക്കെ കാര്യപ്രാപ്തിയോടുകൂടി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന വിഷയം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. മലേഷ്യ നൽകുന്ന പാഠം അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഗ്യാസ് സംവിധാനം വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് ലൈൻ ത്രൂ സെൻട്രൽ സപ്ലൈ വഴി കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ ഒരുങ്ങി വരുന്നത്. പക്ഷെ ഇതൊക്കെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ മലേഷ്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, പരമാവധി ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് താനും. ഗൾഫ് മേഖലകളിലും ഈ ഫെസിലിറ്റി ഉണ്ട്. അതായത് വീടുകളിലേക്ക് പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് വരും. അതാണ് നമ്മൾ കുറ്റി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ട. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കൺസേൺ ഇപ്പം കൊണ്ടുവരുന്നത്, ഒരു ചിന്താഗതി കൊണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഗ്യാസ് കുറ്റി ആണോ സേഫ്റ്റി, ഇനിയിപ്പോ ഇഥവാ ഈ ഒരു പൈപ്പ് ലൈൻ അഥവാ ഈ ഒരു പൈപ്പ് ലൈൻ ആണോ സേഫ്റ്റി എന്ന് നോക്കി കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ മെജോറിറ്റി ഗ്യാസ് കുറ്റിയാണ് സേഫ്റ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നത്തെ ഒരു വ്യവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം എന്തുകൊണ്ടാണെന്നല്ലോ, ഇപ്പൊ നമ്മൾ ചില ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും, നമ്മളത് ഉപയോഗിക്കും, നമ്മൾ നല്ല രീതിയിൽ സേഫ് ആണെന്ന് കരുതി നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്, നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് ശരിയല്ലായിരുന്നു എന്നുള്ളത്. അതിപ്പം ഗവൺമെന്റ്, പല എഞ്ചിനീയേഴ്സും പല ആൾക്കാരും കൂടെ ഒത്തുചേർന്ന് പല രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകളൊക്കെ കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടത്തിയത് കൊണ്ട് മാത്രം അത് സേഫ്റ്റി ആയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് ഒരുപക്ഷെ കൺവീനിയന്റ് ആയിരിക്കാം. കൺവീനിയന്റ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളും സേഫ് ആവണം എന്നില്ല. അപ്പൊ ആ രീതിയിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് പൈപ്പ് ലൈനെ കാണുന്നത്. അതുപോലെ സേഫ്റ്റി കുറവുണ്ട് എന്നാണ് ഇപ്പൊ കാലം തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്നും മലേഷ്യ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അടുത്തെന്ത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. ഇപ്പൊ പൊതുജനങ്ങൾ മൊത്തം മലേഷ്യയിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ പൈപ്പ് ലൈനിന് ബദലായിട്ട് എന്ത് മാർഗം, എന്ത് അപ്ഗ്രഡേഷൻ കൊണ്ടുവരാം ഈ ഒരു പദ്ധതിയിൽ. അപ്പൊ ഇതിനകത്ത് ഏത് രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ്. ഇപ്പൊ മലേഷ്യയിൽ ഓർഡർ ഇട്ടിരിക്കുന്നത്, ഉത്തരവ് കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിലുള്ള ഗ്യാസ് പൈപ്പ് ലൈനിലുള്ള ഗ്യാസുകളെല്ലാം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. മലേഷ്യയിൽ പെട്രോനസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് മൊത്തത്തിലുള്ള ഈ ഒരു ഗ്യാസ് കണക്ഷൻസ് മൊത്തം ഡീൽ ചെയ്യുന്നത്. ഇതെല്ലാം സെൻട്രൽ സപ്ലൈ ചെയ്യുന്ന ഗ്യാസ് കമ്പനിയാണ്. ഈ പെട്രോനസ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ PGU എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കപ്പെടുന്ന പെനിൻസുല ഗ്യാസ് യൂട്ടിലൈസേഷൻ പൈപ്പ് ലൈൻ എന്നുള്ള പദ്ധതിയുടെ കീഴിലാണ് ഈ ഒരു കമ്പനി ഈ പ്രോജക്റ്റ് മൊത്തം നടപ്പാക്കിയിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് വേറൊരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. അത് ഈസ്റ്റേൺ മലേഷ്യ ഭാഗത്ത് വേറൊരു പ്രോജക്റ്റും കൂടെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് ആണ് മാക്സിമം ഇതിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പം ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചതും ഇതേ പദ്ധതിയുടെ പൈപ്പ് ലൈനിൽ തന്നെയാണ്. അതായത് ഇതിനകത്ത് ഗ്യാസ് സെൻട്രൽ സപ്ലൈ യൂണിറ്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഈ ഒരു ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന പൈപ്പ് ലൈനുകൾ ഉണ്ടാവും. ഇതിൽ ത്രൂ ഔട്ട് ഇതിന്റെ പ്രഷർ മോണിറ്റർ ഉൾപ്പെടെ ഇതിനകത്ത് കൺട്രോളിംഗ് വാൾവ് ഉൾപ്പെടെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതിലുപരിയായിട്ട് ഹൗസ് യൂണിറ്റ്സിന്റെ അവിടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതിന്റെ ഒരു മീറ്റർ ഗേജ് ഉണ്ടാവും. അതിലുപരിയായിട്ട് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന എൻഡ് യൂസർ ലൈനുകൾ ഉണ്ടാവും. പല രീതിയിൽ വിഭജിച്ച് കിടക്കുന്ന കണക്ഷൻസ് ആണ് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ഇത് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കാര്യമുണ്ട്. ഈസ്റ്റേൺ മലേഷ്യ ഭാഗത്ത് സാബ, സർവാക്ക് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വേറൊരു പ്രോജക്റ്റ് ആണ് അവിടെ ഇവർ നടപ്പിലാക്കുന്നത്. ആ പ്രോജക്ട് SSGP എന്ന് പറഞ്ഞ പ്രോജക്ട് ഉണ്ട്. അതുപോലെ തന്നെ PGU എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ട്. ഇതിലുപരിയായിട്ട് LNG ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പിൻറ്റുല എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് മലേഷ്യയിൽ. ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ ഈ മലേഷ്യയുടെ ഗ്യാസ് ഇൻഡസ്ട്രിയിൽ എക്സ്പോർട്ടിംഗ് മേഖലയിൽ നിൽക്കുന്ന കമ്പനികളാണ് ഈ ഒരു പിൻറ്റുല LNG കമ്പനി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലെയിമാണ് കത്തിപ്പടർന്നത്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ ഈ കമ്പനിയുടെ ആൾക്കാർ പല സ്ഥലത്തുമുള്ള വാൾവുകളൊക്കെ ക്ലോസ് ചെയ്തു. അതൊക്കെ നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ
ഇത് മലേഷ്യയിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊടുതനെ കുറെ കണക്ഷൻസ് ഇട്ടിട്ട് അങ്ങ് പോയതല്ല. ഇത് 40 വർഷം കൊണ്ടാണ് ഈ ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ, ഈ ചെയിൻ ഓഫ് കണക്ഷൻസ് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പൈപ്പ് ലൈനുകൾ തുരുമ്പിച്ചിരിക്കാം, പല സ്ഥലങ്ങളിലും പൈപ്പ് ലൈനുകളിൽ ഡാമേജ് വന്നിട്ടുണ്ടാവാം, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് പാചകവാതകം, അതായത് ഇത് ഫ്ലേമബിൾ ഗ്യാസ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ത്രൂ ഔട്ട് ആ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്. പുതിയതായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഇട്ട് വരുന്നുണ്ടെങ്കിൽ അത്രമാത്രം സേഫ്റ്റിയും പ്രിക്കോഷൻസും ഒരു പരിചയവും ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മളുടെ നാട്, ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈനെ സംബന്ധിച്ചിടത്തോളം. ഈ വിഷയം നമ്മൾ എടുത്ത് സംസാരിക്കാനുള്ള കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പുതിയതായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ സിറ്റികളിലൊക്കെ ഇപ്പൊ സ്ഥാപിക്കുന്നുണ്ട്. വളരെ കരുതലോടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ള സൂചന തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് മാറി വരുന്ന ഈ ഒരു ഗ്ലോബൽ എവാലുവേഷൻ, ഇതിനകത്ത് ഗ്രീൻ എനർജിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാർബൺ എമിഷൻസ് കുറഞ്ഞ രീതിയിലുള്ള പാചകവാതകം, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പൊ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2040 കൂടിയൊക്കെ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ ചെയ്യുന്ന രാജ്യം കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രീതിയിലേക്കാണ് ലോകം സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇത് കേട്ടോളൂ. അതായത് ഇനി കാർബൺ എമിഷൻ ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ താരിഫ് പേ ചെയ്യേണ്ടി വരിക. അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഈ ലോകം സഞ്ചരിക്കുന്നത്. കാരണം എൻവയറമെന്റൽ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം ഇനിയുള്ള കാര്യങ്ങൾ. കാരണം ആ രീതിയിലാണ് ഗ്ലോബൽ വാർമിംഗ് ആയിക്കോട്ടെ, ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പലരും ക്ലൈമറ്റ് ചേഞ്ചിനെ വളരെ നിസ്സാരത്തിൽ എഴുതി തള്ളും, ഇല്ലെങ്കിൽ ഒരു ചെറിയ കാലപരിധിയിൽ അവർക്ക് അളക്കാൻ പറ്റാത്ത ഒരു ദൂരത്തിലുള്ള വിഷയമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ ഉള്ളത്. മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഏത് രീതിയിലാണ് ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഇത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്ത് വരുന്ന ഒരു പ്രതിഭാസമാണ്. ആ ഒരു ഒരുപാട് സമയം എന്നുള്ളത് പല മനുഷ്യന്മാർ ചേർന്നുണ്ടാക്കുന്ന ചില പ്രത്യേക പല ഘട്ടങ്ങളിലായിട്ട് താമസിച്ച് ആൾക്കാർ ഉണ്ടാക്കുന്ന നമ്മളുടെ ഒരു ബാഡ് ഹാബിറ്റ് കൊണ്ടും, അതായത് നമ്മളുടെ നാച്ചുറൽ ഹാബിറ്റ് ഈ എർത്തിന്, അതായത് ഈ ഒരു നാച്ചറിന് വേണ്ടാത്തൊരു ഹാബിറ്റ് ആയിട്ട് മാറുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം, ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാകുന്നത്. ആ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് എർത്ത്, അതായത് ഭൂമി തന്നെ, നാച്ചർ തന്നെ സ്വയമേ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യും. ആ നാച്ചർ സ്വയമേ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ പേരാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്നത്. നമുക്കത് ഡിസാസ്റ്റർ, പക്ഷേ എർത്തിന് അത് ഡിസാസ്റ്റർ അല്ല, നാച്ചറിന് അത് ഡിസാസ്റ്റർ അല്ല, അതൊരു കറക്ഷൻ മാത്രമാണ്. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ പൈപ്പ് ലൈൻ ഇടുന്നതിലൂടെ വരുന്ന പ്രശ്നം, ഇപ്പൊ ഒരു സിലിണ്ടർ ആയിട്ട് നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ വീട്, അല്ലെങ്കിൽ ആ ഒരു പരിസരം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ്, അങ്ങനെ മാത്രം നമുക്ക് കരുതാം. ഇപ്പൊ ഈ പൈപ്പ് ലൈനിലൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം ഉണ്ടാകുന്നു, അപ്പോഴത്തേക്കും നമ്മളുടെ എനിമി ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ഈ എനർജി സെക്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഏത് തരത്തിലുള്ള യുദ്ധമുറ വേണമെങ്കിലും അവർക്ക് മുന്നോട്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻറ്റയർ രാജ്യത്തിനെ തന്നെ, പോപ്പുലേഷനെ തന്നെ കത്തിച്ചു കളയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ മാറി വരുന്ന ലോകത്ത്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പൈപ്പ് ലൈൻ ഡാമേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എക്സ്പ്ലോഷൻ പ്രതീക്ഷിക്കാം സഡൻലി. ഇപ്പൊ മലേഷ്യയിൽ സംഭവിച്ചത് അതാണ്. അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ് ലൈൻ കടന്നു പോകുന്ന വഴികളിൽ മൊത്തം സെക്യൂരിറ്റി ഏർപ്പാടാക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു പൈപ്പ് ലൈൻ പോകുന്ന വഴി സെക്യൂർ ആക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സെക്യൂർ ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് പോലെയാണെന്ന് വെച്ചോ, ഇപ്പൊ റെയിൽവേ ട്രാക്കിൽ പല ഗേറ്റ് ക്രോസിംഗ് ഏരിയയിലൊക്കെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടാവും. റെയിൽവേ ട്രാക്കിനെങ്കിലും പല സ്ഥലങ്ങളിലും വെറുതെ വിടാൻ പറ്റും. പക്ഷെ ഈ ഒരു പൈപ്പ് ലൈൻ പോകുന്ന ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ, ഹൈലി ഫ്ലേമബിൾ ആയിട്ടുള്ള ഈ ഒരു ഗ്യാസ് സഞ്ചരിക്കുന്ന ഈ ഒരു പൈപ്പ് ലൈൻ നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് വിടാൻ പറ്റത്തില്ല. ഇനി ഭൂമിക്കടിയിൽ വിട്ടാൽ തന്നെ ആ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരും. അതുപോലെ ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റർ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റഡിയും കൂടെ നിലനിൽക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ഈ മലേഷ്യയിൽ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഉണ്ടായ ഈ ഒരു പൊട്ടിത്തെറി പല രീതിയിലും എൻവയറമെന്റൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള മോഡേൺ ചിന്താഗതി ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ വിഷയത്തിൽ എന്ത് അപ്ഗ്രഡേഷൻ കൊണ്ടുവരാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.